ഇന്നൊരു മട്ടൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ സാധാരണയായിട്ട് എങ്ങനെയാണ് മട്ടൻ കറി വയ്ക്കുന്നത്, നിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെയാണ് വയ്ക്കാറ്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മട്ടൻ വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്നുകൂടി വൃത്തിയായി കഴുകിയെടുത്ത് ഇതുപോലെ ആക്കുക. മട്ടൻ കറിയിൽ അതിൻ്റെ എല്ലോ അല്ലെങ്കിൽ കാലോ കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും. മട്ടൻ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം ഉരുളിയിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഞാനൊരു അടുപ്പിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മട്ടൻ വേകുന്ന സമയത്ത് നമുക്കൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറിയ 2 കഷ്ണം പട്ട, 2 ഏലക്ക ഇട്ട് കൊടുക്കുക. കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് രമ്പയിലിട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. ഇതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടുതലും ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ. സവാള ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിടുക. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ചേർക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അതിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളകും മല്ലിയും ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക. വേണമെങ്കിൽ കുക്കറിലിട്ട് 2-3 വിസിൽ കേൾപ്പിച്ച് എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഈ അടുപ്പിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. മട്ടൻ ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ഈ ഉള്ളി വേവിച്ച് വെച്ചത് തട്ടിക്കൊടുക്കാം. മട്ടൻ വേവിക്കുന്ന സമയത്തിനാണ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാറ്. അതുകൊണ്ടാണ് ആദ്യം മട്ടൻ വേവിച്ച് മാറ്റി വയ്ക്കാറ്. കുറച്ച് തേങ്ങ, അണ്ടിപ്പരിപ്പ്, വെള്ള കശകശ് ഇതെല്ലാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ പേസ്റ്റായി അരച്ചെടുക്കുക. അതിനെ ഈ മട്ടൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നേരം അടച്ചുവെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും ഇതുപോലെ സ്വാദിഷ്ടമായ മട്ടൻ കറി തയ്യാറായി. നിങ്ങളിങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ മട്ടക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.